ഷാബാൻ 14 സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഷാബാൻ 15 രാവാണ്, അഥവാ ബറാഅത്ത് രാവാണ്. ബറാഅത്ത് രാവിനെ പഴയകാലം മുതൽ തന്നെ ഒരുപാട് നല്ല നല്ല വിഷയങ്ങൾ ചെയ്തുകൊണ്ട് ബഹുമാനിക്കുന്ന പതിവ് മുഅ്മിനീങ്ങൾക്കിടയിലുണ്ട്. നമ്മളത് ചെയ്യണം. അന്നത്തെ ദിവസം 3 യാസീൻ ഓതുകയും അതുപോലെ തന്നെ സൂറത്ത് ദുഹാൻ ഓതുകയും ആ സൂറത്ത് ദുഹാൻ ഓതിയതിനു ശേഷം ഏതാനും ചില ദിക്റുകളും നാം ചൊല്ലേണ്ടതുണ്ട്. നാം ഓതുന്ന യാസീൻ ഏതൊക്കെ വിഷയത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ഇതിനോടൊപ്പം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കാണാം, അതെടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഷാബാൻ 15 നോമ്പനുഷ്ഠിക്കുന്ന പതിവും മുഅ്മിനീങ്ങൾക്കിടയിലുള്ളതാണ്. നാം അതും ചെയ്യുക. ഏതൊക്കെ ദിക്റുകളാണ് അന്നത്തെ ദിവസം നാം ചൊല്ലേണ്ടത്, അന്നത്തെ രാവിലെ നാം ചൊല്ലേണ്ടത് എന്നത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ മഹത്തായ 3-4 ദിക്റുകളാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ ഒന്ന്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന രൂപത്തിൽ ആ ദിക്ർ ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 100 പ്രാവശ്യമാണ് ഈ ദിക്ർ നാം ചൊല്ലേണ്ടത്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഈ യാസീനും ദുഹാൻ സൂറത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ദിക്ർ ചൊല്ലാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അത് 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഈ ദിക്ർ 100 പ്രാവശ്യം നാം ചൊല്ലുക. കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ദിക്ർ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ദിക്ർ 70 പ്രാവശ്യം നാം ചൊല്ലുക. അപ്പോൾ 3 ദിക്റുകൾ നാം ചൊല്ലണം. അതിനുശേഷം കഴിയുന്നവർക്ക് 2 ദുആകൾ കൂടി ഞാനിവിടെ കാണിക്കാം. ആ ദുആകൾ നോക്കി നാം ചൊല്ലുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ ഹബ് ലനാ ഖൽബൻ തഖിയ്യൻ നഖിയ്യൻ മിനശ്ശിർകി ബരിയൻ ലാ കാഫിറൻ വലാ ശഖിയ്യ. അല്ലാഹുമ്മ അഹ്യിനാ ഹയാത സുഅദാഇ വഅമിത്നാ മൗത ശുഹദാഇ വഹ്ശുർനാ ഫി സുംറത്തിൽ അംബിയാഇ വൽ അസ്ഫിയാ. അല്ലാഹുമ്മ ഇൻ കുൻത കതബത ഇസ്മി ഫി ദീവാനി സുഅദാഇ ഫലകൽ ഹംദു വലകശ് ശുക്ർ വഇൻ കുൻത കതബത ഇസ്മി ഫി ദീവാനിൽ അഷ്ഖിയാഇ ഫംഹു അന്നി ഇസ്മ അശ്ശഖാവതി വഅത്ബിത്നി ഫി ദീവാനി സുഅദാഇ فإنك قلت وقولك الحق يمحو الله ما يشاء ويثبت وعنده أم الكتاب يا ذا الجلال والإكرام. ظهر اللاجئين وجار المستجيرين وأمان الخائفين برحمتك يا أرحم الراحمين. ഇതാണ് നാം ചൊല്ലേണ്ട ദുആ. കഴിയുന്നവർ ഇത് നോക്കിയിട്ട് ഈ രൂപത്തിൽ തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ മറ്റൊരു ദുആ കൂടിയുണ്ട്. ഇലാഹി ജൂദുക ദല്ലനി അലൈക വ ഇഹ്സാനുക ഖറബനി ഇലൈക അഷ്കു ഇലൈക മാ ലാ യഖ്ഫാ അലൈക വ അസ്അലുക മാ ലാ യഅസുറു അലൈക ഇദ് ഇൽമുക ബിഹാലി യഗ്ഫി അൻ സുആലി യാ മുഫർരിജ കർബിൽ മക്രൂബീന ഫർരിജ് അന്നി മാ അന ഫീഹി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇങ്ങനെ 2 ദുആ. ഈ ദുആ നമുക്ക് 10 പ്രാവശ്യമാണ് നാം ചൊല്ലേണ്ടത്. ഈ 2 ദുആയും എൻ്റെ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്കതിങ്ങനെ ചൊല്ലാവുന്നതുമാണ്. അപ്പോൾ ഈ 2 ദുആയും കൂടെ നമ്മൾ അന്നത്തെ ദിവസം ദുആ ചെയ്യുന്നത് വലിയ ഗുണമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിലെ ധാരാളം ദിക്റുകളും ദുആകളും അതുപോലെ തന്നെ ഖുർആനൊക്കെ ഓതാൻ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പിറ്റേ ദിവസം ഷഅബാൻ 15 നല്ല രൂപത്തിൽ നോമ്പനുഷ്ഠിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.